ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഇന്നലെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ വളരെ വൈകിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ കണ്ടത് ശക്തമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബൈങ് ട്രെൻഡ് കൃത്യമായിട്ട് ആ ചാർട്ടിൽ കാണാൻ കഴിയും. നിഫ്റ്റി 24,300 എന്ന ശക്തമായ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് 24,353 എന്ന ലെവലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അയവുയർന്നു എന്ന സൂചനകൾ അതാണ് ഇന്നലെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് തരംഗത്തിന് സഹായിച്ചത്. അപ്പോൾ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ആഴ്ചകൾ നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിന് ശേഷം US, ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമാധാനം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ലബനാൻ ആസ്ഥാനമായിട്ടുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും US-ഉം ഇറാനും തമ്മിലുള്ള ആ ഒരു പോരാട്ടത്തിന് വിരാമമിടാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതോടുകൂടി യുദ്ധം മൂലം പലായനം ചെയ്ത ജനങ്ങൾ ലബനാനിലേക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള ഒരു സമാധാന കരാറിൽ എത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സന്ദർശിച്ചേക്കുമെന്നുള്ള സൂചനയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പീസ് ഡീല് ഏതാണ്ട് തയ്യാറായതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു വാർത്ത, ലബനാൻ ഇസ്രായേൽ സീസ് ഫയർ അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ ഹോർമസ് സ്ട്രൈറ്റ് പൂർണ്ണമായിട്ടും തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ചില കണ്ടീഷൻസ് ഇറാൻ വെച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ US-ന്റെ നാവൽ ബ്ലോക്കേഡ് അത് അവിടെ തുടരുകയും ചെയ്യും. എങ്കിലും അവിടെ വളരെ സ്മൂത്തായിട്ടുള്ള ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമെന്നതിൻ്റെ പ്രതീക്ഷ വന്നത് കാരണം ബ്രന്റ് ക്രൂഡിൽ വലിയൊരു ഡ്രോപ്പ് ഇന്നലെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 100-ന് മുകളിൽ പോയ ബ്രന്റ് ക്രൂഡാണ് ഇന്നലെ അത് 90-ന് താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. വലിയൊരു ഡ്രോപ്പാണ് ബ്രന്റ് ക്രൂഡിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം വേൾഡ് വൈഡ് മാർക്കറ്റിലൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും അത് പ്രകടമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിക്സ് ഇന്നലെ 17 എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മുടെ മാർക്കറ്റ് വോളറ്റിലിറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 67% സ്റ്റോക്കുകൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം അഡ്വാൻസ് ചെയ്തപ്പോൾ 28% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. കൂടാതെ ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റിലാണ് ശക്തമായ ബൈങ് പ്രകടമായത്. അതുപോലെ മാർക്കറ്റിൽ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗിൻ്റെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് FMCG സെക്ടറാണെന്ന് കാണാൻ കഴിയും. നിഫ്റ്റി FMCGയുടെ ഒരു വാല്യൂ നമ്മളിപ്പോൾ കാണുന്നത് 49,687 ആണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നത് 58,485 അപ്പോൾ ആ ലെവലിൽ നിന്നും വലിയ തോതിലേക്കാണ് ഇത് താഴോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ FMCG ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 42% ഒരു ഗെയിൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 66% റിട്ടേൺ നൽകിയപ്പോൾ FMCG നിഫ്റ്റിയേക്കാൾ വലിയ തോതിൽ അണ്ടർ പെർഫോം ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് കാണാൻ കഴിയും. കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും FMCGയുടെ പെർഫോമൻസ് വളരെ പരിതാപകരമായിരുന്നു. 12% ഒരു ലോസാണ് ഇൻഡെക്സ് ലെവലിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ FMCG സെക്ടർ നല്ലൊരു പെർഫോമൻസ് ലെവലിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ FMCG ഇൻഡെക്സിലുള്ള 15 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൾഗേറ്റ് ഫാമിലി, ഇമാമി, റാഡിക്കോ കേത്താൻ പോലെയുള്ള സ്റ്റോക്കുകൾ ഏകദേശം 5 മുതൽ 6% വരെ മുന്നേറിയപ്പോൾ FMCG സെക്ടറിലെ ജയന്റ് കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഡാബർ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകൾ ഏകദേശം 4% മുന്നേറ്റം കാണിച്ചു. അതുപോലെ വരുൺ ബീവറേജസ്, യുണൈറ്റഡ് ബ്രീവറീസ്, ഗോദ്രേജ് കൺസ്യൂമർ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, നെസ്ലെ പോലെയുള്ള സ്റ്റോക്കുകൾ 2% കൂടുതലുള്ള മുന്നേറ്റം കാണിച്ചതായിട്ട് കാണാം. കൂടാതെ മാരിക്കോ, ITC, പതഞ്ജലി ഫുഡ്സ്, ടാറ്റ കൺസ്യൂമർ ഒക്കെ ഏകദേശം 1% മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് മൂവ് FMCG സെക്ടറിൽ ഉണ്ടാവാനുള്ളൊരു കാരണം പല പ്രമുഖ കമ്പനികളുടെയും ബിസിനസ് അപ്ഡേറ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബിസിനസ് അപ്ഡേറ്റുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം റൂറൽ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മികച്ച ഒരു വോളിയം ഗ്രോത്ത് ഇവരുടെ വരുമാനത്തിലുണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ റോ മെറ്റീരിയൽ പ്രൈസിൽ വലിയ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ വർധനവ് ഒരു ഭാഗത്തുണ്ടെങ്കിലും അത് ഈ FMCG സെഗ്മെൻറ്റിൻ്റെ അസംസ്കൃത വസ്തുക്കളിലേക്ക് അത് വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ ക്രിയേറ്റ് ചെയ്യാൻ പല FMCG കമ്പനികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിഗമനം. നല്ല Q4 റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. അതുകൂടാതെ ഇന്ത്യയിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു സമ്മർ സീസണാണ് വരാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ബീവറേജസ്, പ്രത്യേകിച്ച് വരുൺ ബീവറേജസ് പോലുള്ള കമ്പനികൾ, അതുപോലെ ഐസ്ക്രീം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലയിലുള്ള AC, ഫ്രിഡ്ജ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഇവിടെയൊക്കെ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു കാരണമായിട്ട് കാണുന്നത്. ഇത് കൂടാതെ പല FMCG
മാർക്കറ്റ് ലീഡിംഗ് കമ്പനികളും അവർക്കൊരു പ്രൈസിങ് പവർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവരുടെ പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കുകയും അവരുടെ സെയിൽസ് വരുമാനത്തിൽ വലിയ ജമ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച FMCG ഇൻഡെക്സിന് പുറത്തുള്ള 2 കമ്പനികളായിട്ടുള്ള ബജാജ് കൺസ്യൂമർ കെയറും അതുപോലെ തന്നെ VST ഇൻഡസ്ട്രീസും അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ശക്തമായ റിസൾട്ടാണ് ഈ 2 കമ്പനികളും കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ VST ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 120% വർദ്ധിച്ചതായിട്ടാണ് അവരുടെ റിസൾട്ടിൽ കാണുന്നത്. കൂടാതെ അവരുടെ റവന്യൂ 52% വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 10% കൂടുതൽ അപ്സൈഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ആ ഒരു സിഗരറ്റ് ബിസിനസ്സിലെ വോളിയം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ മാർജിനും വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബജാജ് കൺസ്യൂമർ കെയറിൽ വലിയ ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ റൂറൽ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചതായിട്ടാണ് അതിൻ്റെ Q4 കാണാൻ കഴിയുന്നത്. അപ്പോൾ 105% പ്രോഫിറ്റ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂവിൽ 28% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം വന്നോണം ഇന്ന് ഈ സ്റ്റോക്കും 10% കൂടുതൽ അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് അത് ഇതേപോലെ മറ്റ് ജയൻറ്റ് കമ്പനികളിലേക്കും വ്യാപിക്കുമെന്നും FMCG സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ വളരെ നല്ല റിസൾട്ടുകളായിരിക്കും എന്നതിൻ്റെ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല FMCG സ്റ്റോക്കുകളിലും നല്ല മുന്നേറ്റം കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഇന്ന് ശക്തമായ മൂവ് റെയിൽവേ സെഗ്മെൻറ്റിലെ ചില സ്റ്റോക്കുകൾ കാണാൻ കഴിയും. ഇപ്പോൾ RVNL അതുപോലെ തന്നെ ഇർക്കോൺ ഇൻ്റർനാഷണൽ പോലുള്ള സ്റ്റോക്കുകൾ ഈ മുന്നേറ്റം പ്രകടമാണ്. അപ്പോൾ RVNL സംബന്ധിച്ചിടത്തോളം അവർക്ക് 968 കോടിയുടെ ഒരു വലിയൊരു ഓർഡർ ബുക്ക് ലഭിച്ചതാണ് ആ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഭദ്രക് വിജയനഗരം കോറിഡോറിൽ പുതിയ റെയിൽപാതകളും വലിയ പാലങ്ങളും നിർമ്മിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ബിഡാണ് ഇവർ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് RVNLൻ്റെ വരുമാനം വലിയ തോതിൽ നെക്സ്റ്റ് ക്വാർട്ടറുകളിൽ വർദ്ധിക്കാൻ കാരണമാകും. കൂടാതെ നമുക്കറിയാം ഓൾറെഡി 1.53 ലക്ഷം കോടിയുടെ റെയിൽവേ പദ്ധതികൾക്ക് അംഗീകാരം നൽകി നിൽക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ മേഖലയിലുള്ള ഒരു ജമ്പിന് കാരണമാകും. ഏകദേശം 6000 കിലോമീറ്ററോളം റെയിൽവേ പാതകൾ റിനോവേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഓർഡറുകൾ പെൻഡിങ് ആണ്. അവിടെ സ്വാഭാവികമായിട്ട് ഇർക്കോൺ ഇൻ്റർനാഷണൽ പോലെയുള്ള സ്റ്റോക്കുകൾക്ക് ധാരാളം കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശക്തമായ ഒരു മുന്നേറ്റം ഇർക്കോണിലും നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇവിടെ ഈ 2 സ്റ്റോക്കുകളിലും ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ടാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് മനസ്സിലാക്കുക. കാരണം അതിൻ്റെ 50-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ 2 സ്റ്റോക്കുകളും മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവല് ഒരുപക്ഷെ ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മാർക്കറ്റിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവാണ്. കാരണം FIIസിൻ്റെ ബൈങ് നമുക്കറിയാം ഏപ്രിൽ മാസം തുടക്കത്തിൽ അവർ 35,000 കോടിയിലധികം രൂപയുടെ നെറ്റ് സെല്ലിംഗ് നടത്തിയതായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് 600 കോടിയുടെ ഒരു ബൈങ് അവർ നടത്തിയിരുന്നു. അതിന് മുമ്പത്തെ ട്രേഡിങ്ങിൽ 352 കോടിയുടെ ഒരു നെറ്റ് ബൈങ് അവർ നടത്തിയത്. അപ്പോൾ ചെറിയ തോതിലാണെങ്കിലും അവിടെ അവർ നെറ്റ് ബയേഴ്സായി മാറിയത് വലിയൊരു സൂചനയാണ്. അപ്പോൾ ഇത്തരം ഒരു മാറ്റത്തിന് പിന്നിൽ നമ്മൾ കാണുന്നത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ക്യൂസ് ആണ്. കൂടാതെ ഇന്ത്യൻ കമ്പനികളുടെ Q4 വലിയ പ്രതീക്ഷകളാണ് FIS വെച്ച് പുലർത്തുന്നത്. അപ്പോൾ നല്ല റിസൾട്ടുകൾ വരുമെന്നുള്ള പ്രതീക്ഷ അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിലൊക്കെ നല്ല റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സൂചനകൾ ഓൾറെഡി ലഭിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കൂടാതെ റുപ്പി 92 ലെവലിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും FISൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ എനർജി ക്രൈസിസ് മെച്ചപ്പെടുന്നതോടുകൂടി US ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് കട്ടിലേക്ക് പോകുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും FISൻ്റെ ഫണ്ട് ഇന്ത്യയിലേക്ക് ഒഴുകാനുള്ള സാധ്യതയാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ നിലവിൽ FIS ചെയ്യുന്നത് അവർ IT ബാങ്കിങ് സെക്ടറുകളിൽ നിന്നും അവരുടെ സെല്ലിങ് കുറച്ചുകൊണ്ട് FMCG, ക്യാപിറ്റൽ ഗുഡ്സ്, എനർജി തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇത് 24,300 മുകളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ 24,500 അവിടെയാണ് കോൾ സൈഡിലുള്ള ഓപ്പണിംഗ് ഇൻട്രസ്റ്റിന് വലിയ ഡിമാൻഡ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ഒരു ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ചെറിയ തോതിൽ വരുമ്പോൾ ഒരുപക്ഷെ 24,400 എന്നുള്ള സോണ് ഒരു കോൾ റേറ്റർമാരുടെ ഫേവറേറ്റ് ഏരിയ ആയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കാണേണ്ടി വരും. 400 ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ് റാലിക്ക് കാരണമായേക്കും. അതുപോലെ സപ്പോർട്ട് സോണിൽ 24,000 എന്ന സോണാണ് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ 24,200 ശക്തമായ പുട്ട് റേറ്റർമാരുടെ ഒരു ഏരിയ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 24,200 ഒരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ സൂചിപ്പിക്കുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡിനെയാണ്. കാരണം 1.2 ലെവലിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഗ്ലോബൽ ക്യൂസ് ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞേക്കാം. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഷെയർ ആണുള്ളത്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.